അപ്പൊ നമുക്ക് നോക്കാല്ലേ? ഇത് വല്ല ആവോ? ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്? എങ്ങനെ? മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമെന്ന്. ഇത്തവണ മഴ നേരത്തെ എത്തും പാലക്കാട്. അതെ പോണതൊക്കെ കൊള്ളാം. ഇറങ്ങിയപ്പോ പറഞ്ഞാണ് കൊടയെടുക്കാൻ. സംസ്ഥാനത്ത് വ്യാപക മഴയാണ്. തിരുവനന്തപുരത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. താൻ എന്താ ഈ കാണിക്കുന്നത്? എന്റെ മാതൃഭൂമിയുടെ നന്ദി പോലടോ. എന്തേ ആ പേപ്പറേ? എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും താളം തെറ്റിയതാണ് നഗരവാസികളെ വെള്ളക്കെട്ടിലാക്കിയത്. ഇതൊക്കെ വെറുതെ ഒന്നുമല്ല, ഇതിലൊക്കെ കാര്യം. അതുകൊണ്ട് തന്നെ ഇത് മഴ പെയ്തത് കൊണ്ടുണ്ടായി എന്ന് പറയാനാവില്ല. മനുഷ്യ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ അധികൃതരുടെ വീഴ്ച മൂലമുണ്ടായ ഒരു ദുരിതമാണ് തിരുവനന്തപുരത്ത് ഇത്തവണ അനുഭവിക്കുന്നത്. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? എന്നാൽ അത് നേരിട്ട് തന്നെ അറിയാമെന്ന് കരുതി വന്നതാ. എന്നാ നേരിട്ട് തന്നെ പറയാം. ദുരിതം നോക്കിയാൽ ദുരിതം, ഇതേപോലെ ദുരിതം ഇവിടെ ഇല്ല. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ടോ? എന്തിനാണ് കൗൺസിലർ, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന കൗൺസിലർ എന്തിനാണ്? കുഴി കുഴിച്ച് എന്നെ കൂടെ അതിനകത്തിട്ട് മൂട്. അത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. എങ്കിൽ എന്നെ ഈ നാട് നന്നായി പോയനെ. ഇന്നത്തെ തലസ്ഥാനവാസികളെ സംബന്ധിച്ചിടത്തോളം നരക ജീവിതമാണ് ഇപ്പോൾ ഈ മഴ മൂലം അനുഭവിക്കുന്നത്. ഇവിടെ മനുഷ്യരിക്കണു, ഒക്കെ മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. മനുഷ്യരാജ്യം ജോമാർ ഇങ്ങനെ ചെയ്യുമോ? എന്തിനാ ഇന്നും വന്നേ? എന്താണ് ഇക്കാര്യത്തിൽ മേയർക്ക് പറയാനുള്ള മറുപടി എന്ന് അറിയണം. എന്താ മേയറെ പ്രതികരിക്കാനുണ്ടോ? അല്ല, ജസ്റ്റ് എന്താണ് ഈ വിഷയം? നമ്മൾ ഈ പരിഹാരം ഉടനെ കാണും. നീ അറിഞ്ഞ ഞാൻ പെട്ടു. നീ ഒന്നും പണയണ്ട. എനിക്കത് ഇഷ്ടമല്ല. ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്തണമെന്ന് നിർബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് ശങ്കരൻ നായർ 5 മണി കഴിഞ്ഞു. മഴ പലപ്പോഴും അധികാരികൾക്ക് ഒരു അനുഗ്രഹമാണ്. കോടികൾ ഈ വെള്ളത്തിലൂടെ മുങ്ങിപ്പോകുന്നതും ഒഴുകിപ്പോകുന്നതും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ സംശയം ഉണ്ടായിരുന്നു, എന്നിട്ട് നീ എന്താ നേരത്തെ പറഞ്ഞില്ല? അതെങ്ങനാ? ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കും? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.